Good evening, children. All of you take your textbook. Hindi textbook എടുത്തേ. വേഗം പഠിച്ചു പോവാം നമുക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ടാറ്റ ഡാറ്റ ണ വരെ പഠിച്ചു അല്ലേ? സ്പീഡിൽ പോയല്ലോ നമ്മള്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ കുറെ എഴുതാനുണ്ടായിട്ട്? ഇല്ല, ഗോൾഡിനാണ് കുറച്ച് വിഷമായത്. ബാക്കി എല്ലാവരും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ മോനെ. ഗോൾഡിനെ കുറച്ചല്ലേ മിസ് എഴുതാൻ തന്നുള്ളൂ. നമ്മുടെ കള്ള ഇന്നും അതുപോലെ ഞാൻ തരും. എന്നാ എല്ലാരും തന്നെ എഴുതി കാണിച്ചു മിസ്സിനെ. ഇതാണ് നല്ല കുട്ടികള്. കുറച്ചല്ലേ എഴുതാൻ തന്നുള്ളൂ. നമുക്ക് ഇനി കുറച്ചൊരു 3 അക്ഷരമൊക്കെ, ഒരക്ഷരം എഴുതി പഠിച്ചു, 2 അക്ഷരം എഴുതി പഠിച്ചു, ഇനി 3 അക്ഷരങ്ങളാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 1ാം ക്ലാസ്സുകാരെ കടത്തി വിട്ടണ്ടേ? അവര് പഠിച്ചങ്ങെത്തിയത്. അപ്പൊ UKG-യിലുള്ള നമ്മളും ഫുൾ അക്ഷരങ്ങളും പഠിച്ചിട്ട് അവരെക്കാളും മുമ്പിലെത്തണം. ഇപ്പൊ അടുത്ത് ശ്രദ്ധിച്ചോ, പേജ് നമ്പർ 40. ഒന്ന് അതിന്റെ മുമ്പത്തെ ഭാഗം ഞാനൊന്ന് വായിച്ചു തരട്ടെ. ടാ സേ ടമാട്ടർ, ടാ സേ ടബ്, ടാ സേ ടം ടം, ഠാ സേ ഠേല, ഠാ സേ ഠടേര, ഠാ സേ ഠപ്പ, ഡാ സേ ഡമരു, ഡാ സേ ഡഫലി, ഡാ സേ ഡാക്കിയ, ഠാ സേ ഠോലക്, ഠാ സേ ഠക്ന, ഠാ സേ ഠാൽ. ണ, അടുത്ത അക്ഷരം ണ. ണ എഴുതുന്നുണ്ടല്ലോ, രണ്ടും അടുപ്പിച്ച് എഴുതിയേക്കരുത് കേട്ടോ. കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം ആ ണ എന്ന അക്ഷരം. അത് ഒരു ലൈൻ വരച്ച് ഒരു 1 പോലെ വരച്ചിട്ടില്ല, അത് കുറച്ച് വിട്ട് എഴുതണം കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോ, ത. അടുത്ത അക്ഷരമാണ് ത. നമ്മൾ ടാറ്റ ഡാറ്റ ണ മലയാളത്തിൽ പഠിച്ചു കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാണ്? ത. പറഞ്ഞ എല്ലാവരും ത. ത സേ തബല. തബല കണ്ടിട്ടുണ്ടോ നിങ്ങള്? തബല കൊട്ടുന്ന കേട്ടിട്ടുണ്ടോ? ചെണ്ട പോലത്തെ ഒരു സാധനമാണ് തബല. നല്ല സൗണ്ട് കേൾക്കും. തബല. ത സേ തരാജു. എന്താണ് തരാജു? തരാജു എന്ന് പറഞ്ഞ ത്രാസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ തരാജു? സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പത്തെ ഈ ത്രാസില് കടകളിലൊക്കെ പോയാൽ കാണാല്ലോ. ഇപ്പൊ അങ്ങനത്തെ ത്രാസ് ഒന്നും ഇല്ല, പണ്ട് കാലത്തായിരുന്നു. ഇപ്പൊ എല്ലാം മെഷീനല്ലേ. ആ ത്രാസിൽ എങ്ങനെയാ? ഒരു തട്ടില് അതിന്റെ കല്ല് വെക്കും, അതിന്റെ കട്ടി, അളവ് കട്ടി അല്ലേ? 1 കിലോന്റെ കട്ടിയൊക്കെ ഉണ്ടാവും. ഇപ്പത്തെ ത്രാസില് സാധനങ്ങളും വെക്കും. എന്നിട്ട് അത് ഒരുപോലെ ആണെങ്കിൽ ആ സാധനങ്ങൾ നമ്മള് ഒരുപോലെ ആവുമ്പോഴാണ് സാധനത്തിന്റെ അളവ് കണക്കാവുന്നത് അല്ലെ? 2 തട്ട് ഒരുപോലെ നിൽക്കണം. അതാണ് ത്രാസ്. അമ്മയോട് ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ ത്രാസ് എങ്ങനത്തെയാണെന്ന്. ചിലവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. താസേ തരാജു. ഒളപ്പിസേ താസേ തൽവാർ. ഒന്ന് വായിച്ചേ. തൽവാർ എന്ന് പറഞ്ഞ എന്താണ്? നിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന സാധനമാണ് അല്ലേ? അനിയന്മാരോട് ചേട്ടന്മാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വാള് അല്ലേ? തൽവാർ, സോഡ് എന്ന് പറയും. നിങ്ങൾ അടി കൂടുമ്പോ വാളൊക്കെ എടുത്തിട്ടാണ് അടി കൂടുന്നത്. കഴിഞ്ഞ ദിവസം ജിയോണയുടെ കയ്യിലുണ്ടായിരുന്നു ഒരു വാള്. അനിയന്റെ പുറകെ ഓടുക അവള് തൽവാറും എടുത്തോണ്ട്. അല്ലേ ജിയോണ? അമ്മ പുറകെ ഓടുന്നുണ്ടായിരുന്നു. നമ്മള് കത്തിയും വാളൊന്നും എടുക്കൂല അല്ലെ? നല്ല കുട്ടികളാ. ഈ ടീച്ചർ എന്തായി പറയുന്നേ? തൽവാർ എന്ന് പറഞ്ഞ എന്താണ്? വാള്. ഒന്ന് വായിച്ച എല്ലാവരും. താസേ തബല, താസേ തരാജു. ഗോൾബിനെ നേരെ ഇരുന്ന മോനെ. താസേ തൽവാർ. തൊട്ട് വായിച്ചേ, കൈവിരലോട്ട് തൊട്ട് വായിച്ചേ. താസേ തബല, താസേ തരാജു, താസേ തൽവാർ. Once more. താസേ തബല,
ആർവണേനും സമജ്ഞേനും ഞാനുണ്ടല്ലോ. രണ്ടുപേരും ഇവിടെ കുശലം പറഞ്ഞോണ്ടിരിക്കുകയാണോ? താസേ തരാജു, താസേ തൽവാർ. നെക്സ്റ്റ് പേജ് നോക്കിയേ. അത് പഠിക്കാറായില്ല. താ എങ്ങനെ എഴുന്നേ കാണണ്ടേ നമുക്ക്? കാണണം. എല്ലാവരും നോട്ട് അക്ഷരദീപം എടുത്തോ. അക്ഷരദീപത്തിൽ എഴുതുന്നതിന് മുമ്പായിട്ട് താ എങ്ങനെ എഴുതാമെന്ന് കാണിച്ചു തരണ്ടേ മിസ്? ഇതാ ഇങ്ങനെയാണ് ഫസ്റ്റ് താ എഴുതുക. ആദ്യം തന്നെ ഇങ്ങനെ വളഞ്ഞു വരയ്ക്കുക. ലിസൺ ഹിയർ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. എങ്ങനെയാ നോക്കിക്കോ. ഇതിന്റെ ലിപി താ എഴുതുമ്പോ ആദ്യം ഇങ്ങനെ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിനൊരു വണ്ണ് വരച്ചു, അതിനെ മുട്ടിച്ച് ലാസ്റ്റ് മുകളിലും വരയ്ക്കുമ്പോ താ. ആദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങണം. താ. അക്ഷരദീപത്തിലെ ആ ഫസ്റ്റ് ലൈനിൽ മാത്രം എഴുതുക ഒരു പ്രാവശ്യം. താ. കണ്ടോ? മലയാളത്തിൽ താ പഠിച്ചില്ലേ? നേരത്തെ പഠിച്ചില്ലേ? LKG പഠിച്ചു അല്ലേ? ഇതാണ് താ. നേരത്തെ ഉണ്ടല്ലോ ചില കുട്ടികൾ എവിടെ നിന്ന് തുടങ്ങുന്ന അറിയോ? ആദ്യം മുകളിൽ വരയ്ക്കും, എന്നിട്ട് ഒരു വണ്ണ് വരയ്ക്കും, എന്നിട്ട് ഇങ്ങനെ എഴുതും. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ ലിപി ഇങ്ങനെയാണ്. ആദ്യം ഇങ്ങനെ വരച്ചു, ഇങ്ങനെ എഴുതി, ലാസ്റ്റ് മുകളിലും വരച്ചു. താ. കണ്ടോ? താസേ തബല, താസേ തരാജു, താസേ തൽവാർ. ഓക്കെ. അപ്പൊ എന്താ ചെയ്യണ്ടേ? അക്ഷരദീപത്തിൽ എഴുതണം, നോട്ട് ബുക്കിലേക്കും എഴുതണം. നോട്ട് ബുക്കിൽ എങ്ങനെ എഴുതുക? ഒരു ഹാഫ് പേജ് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ പഠിക്കുമെങ്കില്, ഇല്ലെങ്കിൽ ഒരു പേജ് എഴുതുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു 4 times 3 times എഴുതാൻ പറഞ്ഞിട്ടും നല്ല മിടുക്കിയായ കുട്ടികളും മിടുക്കരായ കുട്ടികളും എന്ത് ചെയ്തു? ഒരക്ഷരം തന്നെ ഫുൾ പേജ് എഴുതിയവരുണ്ട്. നല്ല കുട്ടികൾ. അവര് ശരിക്കും ആ അക്ഷരം പഠിച്ചിട്ടുണ്ടാവും. അവർക്ക് കൈവേദനിച്ചോ? ഇല്ല. അവർക്ക് നല്ല ഇഷ്ടത്തോടെ അവർ എഴുതി. ഇപ്പൊ അടുത്ത അക്ഷരം നോക്കിക്കോ. ഥ. താ കഴിഞ്ഞ അടുത്ത അക്ഷരം ഥ. കുറച്ച് ഉറപ്പിൽ പറയണം കേട്ടോ. ലിസൺ. ഥ സേ തെർമസ്, ഥ സേ തൈല, ഥ സേ ഥൻ. എന്താ തെർമസ് എന്ന് പറഞ്ഞാല്? തെർമസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും തെർമോസ് തന്നെ പറയാം. തെർമസ് എന്ന് പറഞ്ഞാല് ഫ്ലാസ്ക് ഇല്ലേ, നമ്മുടെ ചൂട് പാത്രം, ഫ്ലാസ്ക്, അതാണ് തെർമസ്. തൈല എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചി. ഒരു ബാസ്ക്കറ്റ് കണ്ടോ അവിടെ? തൈല, അതാണ്. ഥൻ എന്ന് പറഞ്ഞാല് എന്താണ്? ആ പശുവിന്റെ അകിട് കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് പാല് കറക്കുന്ന അകിട് കണ്ടോ? അതാണത് ഥൻ. നിങ്ങൾ കറന്നിട്ടുണ്ടോ? പശുവിന്റെ പാല് കറന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ആടിനെ കറന്നിട്ടുണ്ടോ? ക്രിസ്റ്റോ ജോൺ ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ എന്നിട്ട് അടിച്ച് താക്കോ കയ്യിൽ. കാണിക്കല്ലടാ കാണിക്കല്ലടാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സാരമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പോണ്ട കേട്ടോ. പശു ചവിട്ടുകയൊക്കെ ചെയ്യും. ലിസൺ. ഥ സേ തെർമസ്. ഓൾ ഓഫ് യു സേ ഥ സേ തെർമസ്. വായിക്കുന്നുണ്ടോ? എഴുതണ്ട, ഇപ്പൊ മതി. ഒരു പ്രാവശ്യം എഴുതാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ലിസൺ. ഥ സേ തെർമസ്, ഥ സേ തൈല, ഥ സേ ഥൻ. Once more. ഥ സേ തെർമസ്, ഥ സേ തൈല, ഥ സേ ഥൻ. Listen once more. ഥ സേ തബല. ഷിസ, ഫാത്തിമ, ആരാണ് പുറത്ത്? ഷിസനെ കാണുന്നില്ല മുഖം, ധ്യാനെ കാണുന്നില്ല, വൈഷ്ണവിനെയും കാണുന്നില്ല. ഷിസ, ഫാത്തിമ റേഞ്ച് ഇല്ലാണ്ടാണോ? പറയാൻ തോന്നുന്നു. ധ്യാന് റേഞ്ച് ഇല്ലേ? ഉണ്ടല്ലോ. ഇവിടെ ശ്രദ്ധിച്ചു മോനെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഥ സേ തബല, ഥ സേ തരാജു,
ता से तलवार, था से थर्मस, था से थैला, था से थन. ഓക്കെ. അപ്പം ഈ അക്ഷരങ്ങളും അക്ഷരദീപത്തിൽ എഴുതണം. നോട്ട് ബുക്കിൽ ഇത് പകുതിയായിട്ട് എഴുതിയാൽ മതി. താഴെ എഴുതുക ഹാഫ് പേജ്, അതിന്റെ അടിയിൽ താഴെ എഴുതുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഫുൾ പേജ് എഴുതിക്കോ, അതാണ് നല്ലത്. കാണാനും ഭംഗിയുണ്ടാവും ലൈനൊക്കെ വരച്ചിട്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിൽ, അല്ലെങ്കിൽ ഫുൾ ഒരു പേജിൽ താ മാത്രം എഴുതുക, നെക്സ്റ്റ് പേജിൽ താ എഴുതുക. അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ, അത്രയും മടിയാണെങ്കിൽ നമ്മൾ ഹാഫ് പേജ് വെച്ച് എഴുതിയാൽ മതി. സന്തോഷായോ? നമ്മൾ ഒരു പേജൊക്കെ എഴുതുമ്പോൾ നന്നായിട്ട് പഠിക്കണം, നമ്മുടെ മനസ്സിലത് പതിഞ്ഞിരിക്കും. ഹാഫ് പേജ് ആകുമ്പോൾ പകുതിയെ മനസ്സിലുണ്ടാവുള്ളൂ. പറ്റുന്ന പോലെ എഴുതിക്കോ കേട്ടോ. അപ്പം നിന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കണല്ലോ മിസ്സിനെ. നസീം മുഹമ്മദ്. അപ്പം ബാക്കിയുള്ളവർ എന്താ ചെയ്യണ്ടേ, അക്ഷരദീപത്തിൽ എഴുതി തുടങ്ങുക. ഞാൻ പേര് വിളിക്കുമ്പോ അവർ വായിച്ചു കേൾപ്പിക്കുക, ബാക്കിയുള്ള കുട്ടികൾ അക്ഷരദീപത്തിൽ എഴുതുക. നസീം മുഹമ്മദ് പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോ. तासे तबला, तासे തരാജു, तासे तराजा, തരാജു, तराजू, तासे तलवार, टीचर yes. വാളിനെന്ത് പറയല്? വാളിനാണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നില്ല. താസെ തൽവാർ. ഞാനിപ്പം ക്ലാസ് കയറിയില്ല. എന്നാ ശ്രദ്ധിച്ചേ. താസെ തബല, താസെ തബല, താസെ തരാജു, താസെ തരാജു, താസെ തൽവാർ. താസെ തൽവാർ, 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 തൽവാർ. സേ മുഹമ്മദ് നസീം പറഞ്ഞേ തൽവാർ. തൽവാർ. നെക്സ്റ്റ് താസെ തെർമസ്, താസെ ധർമസ്, താസെ തൈല, താസെ തൈല, താസെ ധൻ. താസെ ധൻ. ഓക്കെ, അവിടെ ഇരുന്ന് എഴുതിക്കോ കേട്ടോ. അഭിരാമി വായിച്ചു കേൾപ്പിച്ചേ. നസീം മുഹമ്മദ് അവിടെ ഇരുന്ന് എഴുത്. വേർ ഈസ് യുവർ അക്ഷരദീപ്? റൈറ്റ് ഫാസ്റ്റ്. താസെ തബല, താസെ തമല, തബല, താസെ തബല, താസെ തരാജു, താസെ തരാജു, താസെ തൽവാർ, താസെ തൽവാർ. ഓക്കെ. താസെ ധർമസ്, താസെ ധർമസ്, താസെ തൈല, താസെ തൈല, താസെ ധൻ, താസെ ധൻ. വെരി ഗുഡ്. അമ്മ പഠിച്ചു. വായിച്ചു പഠിക്കണം കേട്ടോ. അംന ഫാത്തിമ. താസെ തരാജു, തരാജു, തൽവാർ, തൽവാർ, ധർമസ്, ഓക്കെ, വെരി ഗുഡ്. അനയ
അനയ റോസ് എഴുതിക്കോ കേട്ടോ. അന്ന, അഭിരാമി, നസീം. നീ ഇതുവരെ എഴുതി തുടങ്ങിയില്ല. എവിടെ നോക്കിയിരിക്കുന്നേ? അനയ, അനയ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചോ? ആ കേക്ക് മുറിച്ചോ? പിന്നെ എന്തൊക്കെയായിരുന്നു പരിപാടി? ഉണ്ടായിരുന്നു അല്ലേ? അനിയ റോസിന്റെ ബർത്ത്ഡേക്ക് കൂട്ടുകാരൊക്കെ വിഷ് ചെയ്തു അല്ലേ ഗ്രൂപ്പില്? ഞാൻ കണ്ടിരുന്നു. ഓക്കെ. ഇനി വായിച്ചോ. താസേ തബല 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 തരാജു തൽവാർ. ഓക്കെ. താസേ തെർമസ് താസേ തൈല താസേ തൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എഴുതിക്കോ കേട്ടോ. അക്ഷരദീപത്തിൽ എഴുതി തുടങ്ങിക്കോ. ശ്രീഷ്ണ വായിച്ചോ. തരാജു, താസേ തൽവാർ, താസേ തെർമസ്, താസേ തൈല, താസേ ധൻ. വെരി ഗുഡ്. ഗൗരി നന്ദ റൈറ്റ് ഫാസ്റ്റ്. ഗൗരി നന്ദ വായിച്ച മോളെ. താസേ തബല, താസേ തരാജു, താസേ തൽവാർ, താസേ തെർമസ്, താസേ തൈല, താസേ ധൻ. വെരി ഗുഡ്. ജിയോണ ജിയോണ വായിച്ചോ. താസേ തബല, താസേ തരാജു, താസേ തൽവാർ, താസേ തെർമസ്, താസേ തെർമസ്, താസേ തെർമസ്, താസേ തൈല, താസേ ധൻ. വെരി ഗുഡ്. അമ്മ പഠിച്ചിട്ടുണ്ട്. വായിച്ചു പഠിക്കണം കേട്ടോ. അർജുൻ എഴുതിയേ. ജിയോണ എഴുതിക്കോ. അർജുൻ രാജേഷ്. അവൻ പേടിച്ചു പോയി. അവൻ വിചാരിച്ചു അവൻ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നോണ്ട് വിളിച്ചതാണ്. വായിച്ചോ. താസേ തെർമസ്, കുഞ്ഞാവയ്ക്ക് വായിൽ കിട്ടണ്ടേ പേരൊക്കെ അല്ലേ? അർജുൻ രാജേഷ് അമ്മയുടെ ഒന്ന് വായിച്ചു തരാൻ പറയണം കേട്ടോ. എടുക്കൻ. ക്രിസ്റ്റ ജോൺ എഴുതിക്കോ. അർജുൻ, ക്രിസ്റ്റ. ഇത് കഴിഞ്ഞിട്ട് ഭവികയാണ്. താസേ തബല, താസേ തരാജു,
തൽവാർ. താസെ തവള എന്നാണ് വായിച്ചവൻ. എന്താ ചിരിക്കുന്നത്? ആ ഓക്കെ. താസെ തെർമസ്. തെർമസ്. ആ എന്താ തിരക്ക്? എവിടെ പോണ്ടത്? വേഗം എഴുതാ കേട്ടോ, വേഗം എഴുതിക്കോ. ആരോമൽ അല്ല ഭവിക. ഭവിക മോളെ അൺമ്യൂട്ട് ചെയ്തേ. തബല. തെർമസ്. താസെ തെർമസ്. തെർമസ്. ഓക്കെ വെരി ഗുഡ്. ആരോമൽ എഴുതിക്കോ കേട്ടോ ഭവിക. ആരോമൽ. ആരോമലേ വായിച്ചോ. താസെ തബല. താസെ തരാജു. താസെ തൽവാർ. താസെ തെർമസ്. താസെ തൈല. താസെ തൻ. തൈല എന്നാട്ടോ. ഗുഡ്. വൈഷ്ണവ്. അനേ എഴുതുന്നില്ല. വൈഷ്ണവ് എവിടെ? വൈഷ്ണവ് പോയോ? വൈഷ്ണവ് വീഡിയോ ഓഫ് ചെയ്തിട്ട് പോയി. പിടിച്ചിരുത്തുവാണോ? വൈഷ്ണവ് റെഡി ആവുമ്പോ ഒന്ന് വിളിച്ച മെസ്സേജ് അയച്ചാ കേട്ടോ. എഡ്വിൻ. എഡ്വിനെ ഒന്ന് വായിച്ചു കേൾപ്പിച്ച മോനെ. താസെ തബല. താസെ തരാജു. താസെ തൽവാർ. താസെ തെർമസ്. തൈല. താസെ തൈല. താസെ തൻ. വെരി ഗുഡ്. വൈഷ്ണവ് എഴുതിക്കോ. എഡ്വിൻ എഴുതിക്കോ കേട്ടോ. വൈഷ്ണവ്. താസെ തമല. താസെ തരാജു. താസെ തരാജു. താസെ തൽവാർ. താസെ തൽവാർ. താസെ തെർമസ്. താസെ തെർമസ്. താസെ തൈല. താസെ തൈല. താസെ തൻ. താസെ തൻ. വൈഷ്ണവേ നന്നായിട്ടുണ്ട്. നന്നോണം വായിച്ച് പഠിക്കണം കേട്ടോ. ചേച്ചിയാണ് വായിച്ചതെന്നല്ലേ? കേട്ടു. നെക്സ്റ്റ് ഗോഡ്വിൻ വായിച്ചോ? വായിച്ചോ. ഗോഡ്വിൻ വായിക്കും. താസെ തവില. താസെ തരാജു. താസെ തൽവാർ. താസെ തെർമസ്. താസെ തൈല. താസെ തൻ. ഓക്കെ വെരി ഗുഡ്. അവേത്യ. വൈഷ്ണവ് എഴുതുന്നില്ല. അവേത്യ. അവേദ്യ എവിടെ പോന്ന്? വായിക്കേ. താസെ തബല. താസെ തരാജു. താസെ തൽവാർ. തൽവാർ. തെർമസ്. താസെ
ദൈല ദാസേദാണ്. വെരി ഗുഡ്. ഇപ്പൊ തന്നെ എല്ലാരും വായിക്കാൻ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എല്ലാ കുട്ടികളും വായിക്കുന്നുണ്ട്. ഇനി ആര്? പാർവണ വായിച്ചോ? വായിച്ചില്ലേ? വായിച്ചില്ലേ മോളെ? ഇല്ല, വായിക്കും, പെട്ടെന്ന് വായിക്കും. 2 പേരും കൂടെ ഉള്ളൂ. ഇനി ആരാണ്? ദേവപ്രിയ, സമജ്ഞ, ധ്യാനുണ്ട്, ഷൻസ ഫാത്തിമ. വേഗം വായിക്കേ. ദാസേ തബല തരാജു ദാസേ തൽവ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അവർക്ക് കൊടുക്കാം. ധനലക്ഷ്മി. പാർവണ മതി മോളെ. ധനലക്ഷ്മി അടുത്തത് വായിച്ചോ, ബാക്കി വായിക്കേ. ധാസേ തെർമസ്. ദാസേ ധർമ്മസ് ദൗല തൈല. തൈല ഉം. ദാസേ ഓക്കെ. ധ്യാൻ വായിച്ചോ. ദാസേ തബല ഉം. ദാസേ തരാജു ഉം. ദാസേ തലുപ്പ. ഓക്കെ, വെരി ഗുഡ്. മതി. ദേവപ്രിയ ആൻഡ് സമജ്ഞ 2 പേരും കൂടെ വായിച്ചേ. ധാസേ ധർമ്മസ്. കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. കേൾക്കാൻ പറ്റുന്നില്ല മിസ്സിന്. അവിടെ ഓഡിയോ ഓൺ അല്ലെന്ന് തോന്നുന്നു. ഓക്കെ, കേട്ടില്ല കേട്ടോ മിസ്. ഇനി ആര്? കാശിനാഥ് വായിച്ചു കേൾപ്പിച്ച മിസ്സിനെ. കാശിനാഥ് വായിക്കും. കാശിനാഥ് വായിച്ചോ. നമ്മുടെ ടൈം ഇപ്പം 7 മിനിറ്റേ ഉള്ളൂ. ദാസേ തബല ദാസേ 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 തൽവാർ. ഓക്കെ, വെരി ഗുഡ്. ഷൻസ ഫാത്തിമയുടെ വീഡിയോ ആണ്, ഞാൻ കണ്ടിട്ടേ ഇല്ല അവിടെ. എവിടെ ഷൻസ? ബാക്കി എല്ലാവരും തന്നെ വായിച്ചില്ലേ? ഷൻസ ഫാത്തിമ ഒന്ന് വായിച്ച് കേൾപ്പിച്ച മോളെ. എന്തേ ദേവപ്രിയ? ദാസേ തബല ഉം. ദാസേ രാജു രാജു അല്ല, രാജു. ദാസേ തൽവാർ. ഓക്കെ, വെരി ഗുഡ്. മതി. അമ്ന ഫാത്തിമ. ഇനി അവളും കൂടെ ഉള്ളു വായിക്കാത്തത്. ബാക്കി എല്ലാരും കൊണ്ട് വായിപ്പിച്ചില്ലേ? അമ്ന ഫാത്തിമനെ കാണുന്നില്ലല്ലോ, വീഡിയോ ആണല്ലോ. അമ്നയും കൂടെ വായിക്കാനുള്ളൂ. പെട്ടെന്ന് വായിക്കുവാണെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ക്ലാസ്. ശ്രീകൃഷ്ണനൊക്കെ എഴുതി കഴിഞ്ഞു. മിടുക്കി. ഭവിക. അതെന്താ മോളെ ഭവിക? അൺമ്യൂട്ട് ചെയ്തേ. മിസ്സിന് മനസ്സിലാവുന്നില്ലോ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. സാന്റാക്ലോസ്. നമ്മുടെ ക്രിസ്മസ് വന്നു അല്ലേ, വരാറായി. അപ്പൊ ഇന്ന് മുതൽ, നാളെ മുതൽ അവധിയല്ലേ. അപ്പൊ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക. കണ്ടോ ഭവികയുടെ കയ്യിൽ സാന്റാക്ലോസിനെ? കണ്ടോ നിങ്ങള്? ഇന്ന് ഫോണിൽ മറച്ചു നോക്കിയേ, കാണാ നേരം. ആണോ? നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഹാപ്പി ക്രിസ്മസ്. ബൈ. സി യു. ബൈ. Bye.